ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു കേക്ക് വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ. രാവിലെ തന്നെ ഞാനിവിടെ അന്ന് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കിനെ ക്രം കോട്ടിങ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കേക്ക് 5 ഇഞ്ച് ബേക്കിംഗ് ടിന്നിൽ ചെയ്തിട്ടുള്ളതാണ്. 2 എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന് ഫ്ലേവർ വന്നിട്ടുള്ളത് വാനിലയാണ്. അപ്പോൾ 1/2 kg വാനില കേക്കാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് 1.5 കിലോയിലുള്ള വാനില കേക്കാണിത്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് 6 ഇഞ്ച് സൈസിലാണ്. അപ്പോൾ ഇതിനൊന്ന് ക്രം കോട്ടിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാനില കേക്കിൽ നമ്മളിപ്പോൾ ഉള്ളിൽ ലെയറിലായിട്ട് ചോക്ലേറ്റോ ഒന്നും ചേർക്കാറില്ല. അപ്പോൾ വെറും ക്രീം അപ്ലൈ ചെയ്യാം. പെട്ടെന്ന് ഐസിങ് എല്ലാം കഴിയും കേട്ടോ. ഉള്ളിലൊന്നും ഇട്ട് കൊടുക്കാനില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പരിപാടി കഴിയും. അപ്പോൾ ഇത് ടോൾ കേക്കാണ് 6 ഇഞ്ചിൽ ചെയ്തത്. 1.5 കിലോ ആണ്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്കായിട്ട് സ്റ്റിക്ക് കൊടുക്കണം. അപ്പോൾ കേക്ക് ഇളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഇളക്കം പറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സ്റ്റിക്ക് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ക്രം കോട്ടിങ് ഫുൾ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം സ്റ്റിക്ക് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ലാസ്റ്റാണ് സ്റ്റിക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് മെഷർ ചെയ്യുക, എന്നിട്ട് സ്റ്റിക്കിനെ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടോട്ടൽ ഞാൻ ഇത് അത്യാവശ്യം ഹൈറ്റ് വന്നതുകൊണ്ട് തന്നെ 5 സ്റ്റിക്ക് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വുഡിൻ്റെ സ്റ്റിക്ക്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കേക്കിന് വൈകിട്ട് അതിൻ്റെ ഒരു 4 മണിക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഗണേഷ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റുകളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫെറാറ റൈച്ചറും അതുപോലെ തന്നെ ഡയറി മിൽക്കുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ടോപ്പിലായിട്ട് 7 എന്നുള്ളൊരു ടോപ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ 1/2 kg കേക്കാണിത്. ഇത് ഫോണ്ടൻറ്റ് വർക്ക് കൂടി അതിമ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കാണിത്. ഇത് 1.5 കിലോയിലുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് വന്നിട്ടുള്ളത്, അപ്പോൾ ഇതിന് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത് ഈ ഒരു ഗ്രീൻ കളർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്തിട്ടുണ്ടായിരുന്നത് ഒലീവ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വെച്ചിട്ടൊന്ന് കവറിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തലേ ദിവസം ചെയ്തിട്ടുള്ളതും 1.5 കിലോയിലുള്ള കേക്ക് തന്നെയായിരുന്നു. പക്ഷേ അതിനേക്കാളും ഒരുപാട് ഹൈറ്റ് ഈ ഒരു കേക്ക് ഉണ്ട് കേട്ടോ. കാരണം ഇത് 5 ഇഞ്ചിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ സാധാരണ 1.5 കിലോ കേക്ക് ടോൾ കേക്ക് ചെയ്യാറുള്ളത് 6 ഇഞ്ചിലാണ്. പക്ഷേ ഇവർക്ക് അതിനും ഹൈറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ 5 ഇഞ്ചിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇതിന് ലെയർ വന്നിട്ടുള്ളത് 7 ലെയേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ള ഇങ്ങനെയാണ്. കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ബോൾസും തെർമോക്കോളിൻ്റെ ബോൾസുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടോപ്പിലായിട്ട് നമ്മൾ ടോപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത് ബ്രൈറ്റ് ടു ബി ആണ് കേട്ടോ. പിന്നെ സൈഡിൽ കുറച്ച് ഗോൾഡൻ ലീവ്സും പേൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ടൈം ആയപ്പോൾ ഇതൊന്ന് ഫോട്ടോ എടുത്തിട്ട് പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 2 1 kg ബോക്സ് എടുത്തിട്ട് ജോയിൻ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്കിനെ ആക്കിയിട്ടുള്ളത്, കേക്ക് ബോക്സ് ആക്കിയിട്ടുള്ളത്. അപ്പോഴേക്കും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ കേക്ക് കൊണ്ടുപോവുകയാണേ. പിന്നെ ഈ ഒരു കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ പാടത്തന്നെ നമ്മളെ സ്റ്റുഡൻറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ്സാണ് കേട്ടോ, ഓഫ്ലൈൻ ക്ലാസ്സാണ്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ പ്രത്യേകിച്ച് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഫ്രീ ആവുന്ന സമയങ്ങളിൽ ഞാൻ ഇതുപോലെ ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. ഒരാളാണെങ്കിലും എടുത്തു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അധികം ജോലികളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഫോണ്ടൻറ്റ് ഓരോന്നായിട്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫോണ്ടന്റ് ക്ലാസ്സും അതുപോലെ തന്നെ കേക്ക് ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോമ്പായിട്ട് എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പിന് ക്ലാസ് എടുക്കൽ റിസ്ക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കോൺടാക്ട്സും കാര്യങ്ങളും എല്ലാം മിസ്സായി പോയി. അപ്പോൾ ഫോണൊന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ വീണ്ടും മെസ്സേജ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വരിക, കോൾ ചെയ്യുക ആവശ്യമുള്ളവർ കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ജിറാഫ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 ഫിഗേഴ്സാണ് കേട്ടോ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഹാൻഡ്സ് അങ്ങനെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഇതാണ് ആ ഒരു ഫൈനലായിട്ട് വന്നിട്ടുള്ളത്. ഇത്രയും ഫിഗേഴ്സാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തതും അവർ ചെയ്തതും ഇതിനകത്തുണ്ട്. അപ്പോൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ. ഇത്രയും ഐറ്റംസാണ് അന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം അവർ കംപ്ലീറ്റ് ആയിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും അതുപോലെ കൂടെ നിന്ന് ചെയ്യിച്ചിട്ടും. അപ്പോൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും എല്ലായിട്ടും നമുക്ക് കാണാം. താങ്ക്